ഒരു ബസ് കണ്ടക്ടർക്ക് തോന്നിയ സംശയം രക്ഷയായത് ഒരു കുരുന്നു ജീവനാണ്. അതുപോലെ തന്നെ അത് തകരാതെ കാത്തത് ഒരു കുടുംബത്തെയുമാണ്. ഒരുപക്ഷെ അനീഷ് എന്ന ആ കണ്ടക്ടർക്ക് സംശയം തോന്നിയില്ലായിരുന്നുവെങ്കിൽ ആ കുഞ്ഞ് ഇന്ന് എവിടെയെങ്കിലും ഭിക്ഷയെടുത്ത് നടന്നേനെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിൽ എത്തിപ്പെട്ടേനെ. ഇതിനെയാണ് ശരിക്കും ദൈവത്തിന്റെ കരങ്ങൾ എന്നൊക്കെ പറയുന്നത്. തിരുവനന്തപുരത്തു നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്ന ചെങ്ങന്നൂർ ഡിപ്പോയിലെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് ഈ സംഭവം അരങ്ങേറിയത്. ബസ്സിലേക്ക് ഒരു നാടോടിയും 3.5 വയസ്സും മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുഞ്ഞും കയറുന്നു. യുവതി നേരെ മുൻവശത്തെ സീറ്റിൽ പോയി ഇരിക്കുകയും ചെയ്തു. എന്നാൽ കുഞ്ഞ് നേരെ കണ്ടക്ടർ ഇരിക്കുന്ന സീറ്റിനടുത്തേക്ക് ചെന്ന് കണ്ടക്ടറുടെ കാലിൽ മുറുകെ പിടിക്കുകയായിരുന്നു. ആ പെൺകുഞ്ഞ് എല്ലാവരോടും പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു സ്വഭാവക്കാരി കൂടിയായിരുന്നു. അനീഷിനും അതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ചെറിയ കുട്ടിയല്ലേ എന്ന നിലയിൽ അദ്ദേഹം ആ കുട്ടിയെ ലാളിക്കാനും അതിനോട് സംസാരിക്കാനും ഒക്കെ തുടങ്ങി. കുഞ്ഞ് ടിക്കറ്റ് മെഷീനിൽ അമർത്തി ചില കുസൃതികളൊക്കെയും കാണിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സ്ത്രീ കുഞ്ഞിനെ വിളിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞ് പോകാൻ മടി കാണിക്കുന്നതായും അനീഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനിടയിലാണ് അനീഷ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കുഞ്ഞ് സംസാരിക്കുന്നത് നല്ല മലയാളമാണ്. എന്നാൽ ആ നാടോടി സ്ത്രീക്കാണെങ്കിൽ മലയാളം അറിയുകയുമില്ല. അവർ ശുദ്ധ തമിഴാണ് സംസാരിക്കുന്നത്. ഇതോടെ കുഞ്ഞിന്റെ സ്ഥലം എവിടെയാണെന്നൊക്കെ അനീഷ് ചോദിച്ചറിയാൻ തുടങ്ങി. അമ്മ എവിടെയെന്ന് ചോദിച്ചതോടെ താനാണ് അമ്മയെന്ന് ആ സ്ത്രീ അവിടെ നിന്ന് പറഞ്ഞു. എന്നാൽ ആ സ്ത്രീക്ക് അത്യാവശ്യം പ്രായമുള്ളതുപോലെ തോന്നിയ അനീഷ് കുട്ടിയുടെ അമ്മയുടെ പേരെന്താണെന്ന് ചോദിച്ചു. ഈ സമയം ആ സ്ത്രീ കുഞ്ഞിനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ഇതോടെ കുഞ്ഞ് ദേവി എന്ന ആ സ്ത്രീയുടെ പേര് പറഞ്ഞു. സംശയം വർദ്ധിച്ച അനീഷ് രണ്ടുപേരോടും മാറി മാറി ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. യുവതി പരസ്പര വിരുദ്ധമായ മറുപടികൾ നൽകാൻ തുടങ്ങിയതോടെ അനീഷിന് സംശയം ബലപ്പെടുകയായിരുന്നു. ഒരുപക്ഷെ ഈ കുഞ്ഞിനെ മറ്റെവിടെ നിന്നെങ്കിലും തട്ടിക്കൊണ്ടുവന്നതായിരിക്കുമോ എന്നതായിരുന്നു അനീഷിന്റെ സംശയം. തുടർന്ന് ഈ സംഭവം ഡ്രൈവറെ അറിയിച്ചു. ഇവരുടെ കയ്യിലാണെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യാനുള്ള പണവും ഉണ്ടായിരുന്നില്ല. ആദ്യം ഇവരെ പന്തളത്ത് ഇറക്കിവിടാനായിരുന്നു അനീഷ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു സംശയം ഫലപ്പെട്ടതോടെയാണ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാമെന്ന് അനീഷ് കരുതുന്നത്. ഇനി അഥവാ തനിക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ പോലും ഒരു കുഞ്ഞിന്റെ ജീവന്റെ കാര്യമല്ലേ എന്ന് കരുതി വാഹനം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടുകയായിരുന്നു. ബുക്കിംഗ് ഉള്ള വണ്ടിയായതിനാൽ കുട്ടിയെയും ആ സ്ത്രീയെയും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച ശേഷം അനീഷ് യാത്ര തിരിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് യഥാർത്ഥത്തിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതാണെന്ന വിവരം പുറത്തറിയുന്നത്. തുടർന്ന് ബന്ധുക്കളെ കണ്ടെത്തി പോലീസ് വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് രാത്രിയോടുകൂടിയാണ് കുഞ്ഞിന്റെ ബന്ധുക്കളെത്തി കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയത്. ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മയുടെ അരികിൽ കൊല്ലം KSRTC സ്റ്റാൻഡിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഈ പിഞ്ചു കുഞ്ഞ്. ഇതിനിടയിൽ ആരും ശ്രദ്ധിക്കാത്ത സമയം നോക്കി ഇവർ കുഞ്ഞിനെയും എടുത്ത് കടന്നു കളയുകയായിരുന്നു. ആ പാവം കുഞ്ഞിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കണം. ഉറങ്ങിയെഴുന്നേറ്റപ്പോൾ ആ കുഞ്ഞ് മറ്റൊരു ലോകത്തായിരുന്നു. തന്റെ അമ്മയ്ക്ക് പകരം ആ പെൺകുട്ടി കണ്ടത് ഏതോ ഒരു നാടോടി സ്ത്രീയായിരുന്നു. എല്ലാവരോടും ഇണങ്ങുന്ന പ്രകൃതമായതുകൊണ്ട് തന്നെ കുട്ടി പെട്ടെന്ന് അവരോടും ഇണങ്ങിക്കാണും. എന്തായാലും ഈ സംഭവത്തിൽ എടുത്തു പറയേണ്ടത് കണ്ടക്ടറായ അനീഷിന്റെ സമയോചിതമായ ഇടപെടലാണ്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നടന്ന ഈ സംഭവത്തിൽ പ്രതിയും തമിഴ്നാട് സ്വദേശിനിയുമായ ദേവി എന്ന സ്ത്രീക്ക് 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ഇപ്പോൾ കൊല്ലം ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ അതിവേഗമാണ് നീതി നടപ്പാക്കിയത് എന്നതും ശ്രദ്ധേയമാണ്. അമ്മയുടെ ചാരത്തു നിന്നും കുഞ്ഞിനെ കവർന്ന ക്രൂരതയ്ക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിച്ചെന്ന ആശ്വാസത്തിലാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം.